അപ്പോൾ നമ്മുടെ ചോറൊക്കെ ആയിട്ടുണ്ട്. ഇന്ന് നമ്മളൊരു പൊതിച്ചോറാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ദിവസമായി വിചാരിക്കണം ഒരു പൊതിച്ചോറ് കഴിക്കണമെന്ന്. അപ്പം ഞങ്ങൾ അജ്മാനിൽ പോയിട്ട് നമ്മുടെ ഫിഷ് മാർക്കറ്റിൽ നിന്ന് നല്ല അടിപൊളി ഫ്രഷ് ഫിഷ് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല മത്തിയും ചെമ്മീനും അയക്കുറയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനതിന് കുറച്ച് മത്തി എടുത്ത് നന്നാക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ കൊടുത്തില്ല, നല്ല തിരക്കുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ വീട്ടിൽ വന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ തന്നെ ഫിഷൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യുന്നുണ്ട്. ഓരോരുത്തരും ഓരോ രീതിയിലാണല്ലോ ക്ലീൻ ചെയ്യുക. അപ്പം ഞാനെന്താ ഇങ്ങനെയാണ് കേട്ടോ ക്ലീൻ ചെയ്യുക. പെട്ടെന്ന് ക്ലീൻ ചെയ്ത് കഴിയും. അപ്പോൾ ഒരു 4 ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട് പൊതിച്ചോറിന് വേണ്ടത് മാത്രം. ഞാനിപ്പോൾ ഇന്നലെ നമ്മുടെ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ അവിടെ നിന്ന് ഇലയൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട്. കുറച്ച് ദിവസമായി വിചാരിക്കണു. അപ്പോൾ എപ്പോഴും ഇല കിട്ടാത്തൊരു ക്ഷാമമാണ് ഉണ്ടാവാറ്. പിന്നെ നല്ല ചീര കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ചീര നന്നായി വാഷ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ചീരയിലാണെങ്കിൽ നല്ലോണം മണ്ണുണ്ട്. അതായത് ഈ പൊടി നമ്മൾ കഴുകി എടുക്കുന്തോറും അതിൽ നല്ലോണം പൊടി വീണിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചൊരു ചീര കൊണ്ട് ഒരു ഒലർത്തും, പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഫിഷ് ഫ്രൈ, പിന്നെ ഒരു ചമ്മന്തി എന്തായാലും വേണമല്ലോ. അപ്പോൾ ഉണക്കമുളകും ചെറിയ ഉള്ളിയൊക്കെ ഇട്ടിട്ട് ഒരു ചമ്മന്തിയും, പിന്നെ ഒരു തക്കാളി ചട്നി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഈ ഫിഷിൻ്റെ മസാല ഞാൻ ഓൾറെഡി നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചതിൽ കുറച്ചുണ്ടായിരുന്നു, ബാക്കി അതാണ്. പിന്നെ ഒരു മുട്ട പൊരിക്കാമെന്ന് വിചാരിച്ചു. ഓവറായിട്ടുള്ള ഇതുണ്ടെങ്കിൽ ഫുഡുകളുണ്ടെങ്കിൽ നമുക്ക് കഴിക്കാൻ മടുത്തു പോവും. വിഭവങ്ങൾ അധികമാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് മടുത്തു. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ പാനൊക്കെ വെച്ചിട്ട് ചമ്മന്തിക്ക് വേണ്ട ഉണക്കമുളകും ഉള്ളിയും എല്ലാം പാടെ കുറച്ച് ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് അത് വഴറ്റുന്നുണ്ട് കേട്ടോ. പിന്നെ ചീര നന്നായി കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് ഞാൻ. എന്നിട്ട് അത് നന്നായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട്. അത്യാവശ്യം കുനുകുനാന്നുള്ള രീതിയിൽ അരിഞ്ഞെടുത്താൽ മതി. അതായത് ഒന്ന് വാടുമ്പോൾ അത് ശരിക്കും കുറച്ചേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ. എന്നിട്ട് പിന്നെ ചീരയ്ക്ക് ഉപ്പേരിക്ക് വേണ്ടിയിട്ട് ഞാൻ കടുക് പൊട്ടിച്ചിട്ട് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ അതേപോലെ തന്നെ നമ്മുടെ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒലർത്താണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് കുറച്ച് തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചെറിയ തേങ്ങയും പിന്നെ അതേപോലെ തന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സും. ഞാൻ ഇതുപോലത്തെ ഒരു കുഞ്ഞു പാത്രത്തിലാണ് കേട്ടോ ചില്ലി ഫ്ലേക്സ് ആക്കി വെച്ചിരിക്കുന്നത്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായി സോട്ട് ചെയ്തിട്ട് അതിലേക്ക് ഞാൻ ചീര ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഞാൻ ഇത് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിക്കും. അത്യാവശ്യം നല്ല രീതിക്ക് ഇളക്കി കൊടുക്കും. എന്നിട്ട് അടച്ച് വയ്ക്കുമ്പോഴേക്കും അത് നന്നായി വാടി വരും. എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ച പരിപ്പ്, ഇന്ന് എൻ്റെ പരിപ്പ് ഇത്തിരി വേവ് അധികമുണ്ട് കേട്ടോ. പക്ഷേ നമുക്ക് ഇത്രയും വേവ് വേണ്ട, ജസ്റ്റ് ഒന്ന് നമുക്ക് പിടിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടുന്ന രീതിയിൽ അങ്ങനെ വേവിച്ചാൽ മതി കേട്ടോ. എന്നിട്ട് പിന്നെ അത്യാവശ്യം ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ നന്നായിട്ട് ഒന്നും കൂടി ഇളക്കിയിട്ട് അത് മൂടി വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. പിന്നെ ഞാൻ ആ മീനിലേക്ക് ആ മസാലയൊക്കെ നന്നായി തേച്ച് പിടിപ്പിച്ചിട്ട് അതും കൂടെ വറക്കാൻ വെച്ചിട്ടുണ്ട്. വേഗം പരിപാടി തീർക്കണം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇസാണെങ്കിൽ എൻ്റെ കാലചുവട്ടിൽ നിന്ന് കരയുന്നുണ്ട്. അപ്പോൾ അവളെ മെയിൻറ്റെയിൻ ചെയ്യണം, അതിൻ്റെ ഇടയിൽ കൂടി ഇതും ചെയ്യണം. എല്ലാം പാടെ ഞാൻ നല്ല ബുദ്ധിമുട്ടും ചില ദിവസങ്ങളിൽ. അപ്പോൾ ഇന്നും അതേപോലത്തെയൊക്കെ തന്നെ ഉണ്ടായിരുന്നത്. അപ്പം ഞാനിതാ തക്കാളി ചട്നി ഉണ്ടാക്കിയിട്ടുണ്ട്, ചമ്മന്തി, അതുപോലെ മീൻ പൊരിച്ചു, പിന്നെ മുട്ട പൊരിച്ചു, പിന്നെ നമ്മുടെ ചീര ഉലർത്തും ഉണ്ടാക്കിയിട്ട്. അപ്പം ഞാൻ 2 വാഴയില വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിലൊരു വാഴയില ഫ്ലോപ്പായിരുന്നു. എന്ന് വെച്ചാൽ അവർ ഈ വാഴയില റാപ്പ് ചെയ്തിട്ടാണ് തരിക. അപ്പോൾ അത് നമ്മൾ തുറന്നെടുക്കുമ്പോഴേക്കും അതിൻ്റെ ഉള്ളിലത്തെ ഫ്ലോപ്പായിട്ടുണ്ടാവും. അപ്പോൾ ഒരെണ്ണം നല്ല രീതിക്ക് കിട്ടിയിട്ടുണ്ട്. അതിൽ ഞാൻ നല്ല എണ്ണയൊക്കെ നന്നായി വാട്ടിയിട്ട് എണ്ണയൊക്കെ തേച്ചിട്ട് അത്യാവശ്യത്തിന് അനുസരിച്ച് വേണ്ട ചോറ് എനിക്കറിയാം. അപ്പോൾ അതിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ചീര ഉലർത്തിയത് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ഇത് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവുമല്ലോ, നല്ല ടേസ്റ്റുള്ള പൊതിച്ചോറായിരിക്കും എന്നുള്ളത്. അങ്ങനെ അത് വെച്ച് കൊടുത്തതിന് ശേഷം ഞാൻ നല്ല തക്കാളി ചട്നി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും, ഞാനിതെല്ലാം ഒരു പാനിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഓരോന്ന് മാറ്റും അടുത്തത് ഉണ്ടാക്കും, ഓരോന്ന് മാറ്റും അടുത്തത്. അതുകൊണ്ടാണ് കേട്ടോ തക്കാളി ഇങ്ങനെ മീൻ പൊരിച്ച എണ്ണയിൽ പൊരിച്ച കാരണമാണ് തക്കാളി ചട്നിക്ക് അങ്ങനത്തെ ഒരു കളർ കേട്ടോ. പിന്നെ ചമ്മന്തി ഞാൻ ആവശ്യത്തിന് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ മീൻ ഒരെണ്ണം വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. സാധാരണ 2 മീനൊക്കെ മൂപ്പര് കഴിക്കും. നമ്മളിപ്പോൾ ഇതിലൊന്നാണ് ഞാൻ വെച്ച് കൊടുക്കണുള്ളൂ. പിന്നെ ഒരു മുട്ട പൊരിച്ചതിൻ്റെ ഒരു കുറച്ച് കഷ്ണവും കൂടെ ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടിത് നല്ല രീതിക്ക് നമുക്ക് ഇനി പൊതിഞ്ഞെടുക്കാം. കണ്ടോ, ഈ ഒരു ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നണില്ല. എന്ത് ടേസ്റ്റ് ആയിരിക്കും എന്നറിയോ, ആ ചമ്മന്തി മുട്ട പൊരിച്ചതും പിന്നെ അതേപോലെ ചീരത്തോരനൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ പറയാതിരിക്കാൻ വയ്യ കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. ഇപ്പോഴും എൻ്റെ വായിൽ വെള്ളം വരുന്നുണ്ട്. അങ്ങനെ അത് നല്ല രീതിക്ക് വാഴയിലൊക്കെ ജസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ ഫ്ലോപ്പായിട്ടുണ്ട് എന്ന്, കീറിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ നമ്മുടെ പേപ്പർ കിട്ടിയേക്കണം. ഇവിടെ ന്യൂസ് പേപ്പർ കിട്ടൂലല്ലോ. അപ്പോൾ നമ്മൾ ഇതിപ്പോൾ നെസ്റ്റോൻ്റെയോ മാർക്ക് ആൻഡ് സേവിൻ്റെ ഏതോ ഒരു ഹൈപ്പർ മാർക്കറ്റിൻ്റെ അവർ വീക്കെൻഡിൽ ഓഫേഴ്സ് ഇടുന്ന ഒരു പേപ്പറാണ് കേട്ടോ. അത് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നതാ.
അങ്ങനെ അത് 2-3 ഉണ്ട്. അപ്പോൾ അതിൽ പൊതിയാന്ന് വിചാരിച്ചു. നമുക്ക് പെട്ടെന്ന് തന്നെ എടുക്കാവുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പൊതിഞ്ഞിട്ട് അതവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 12:45 ആയപ്പോൾ ഞാനിത് സെറ്റാക്കി വെച്ചു കേട്ടോ. കാരണം ഒരു 1:15 ആകുമ്പോഴേക്കും അൻസു വരും. അപ്പോൾ അത് തുറന്ന് കഴിക്കുമ്പോൾ അത്യാവശ്യം എനിക്ക് നല്ല ഫ്ലേവറൊക്കെ പിടിച്ചിട്ടുണ്ടാവുമല്ലോ. അങ്ങനെ ഇതൊരു കുഞ്ഞ് ഇലയുടെ ഞാൻ കീറിയതിൻ്റെ ഒരു ഭാഗം വെച്ച് കൊടുത്തതാണ് ഇസാക്കും അതേപോലെ തന്നെ അവൾ അത്യാവശ്യം എരിവൊക്കെ കഴിക്കും. മീൻ പൊരിച്ചതൊന്നും അവൾക്ക് എത്ര എരിവുണ്ടെങ്കിലും പ്രശ്നമൊന്നുമല്ല. അവൾ എങ്ങനെയെങ്കിലുമൊക്കെ അത് സെറ്റായി കഴിച്ചോളും. അപ്പോൾ ഇനിയിപ്പോൾ അവളുടെ ഇലയും കൂടെ അവൾക്ക് ഒരു 2 കയ്യിൽ ഞാൻ ചോറ് ഇപ്പോഴും ഞാൻ കൊടുക്കാറുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ചോറും ചമ്മന്തിയും പിന്നെ ഒത്തിരി മുട്ട പൊരിച്ചതും പിന്നെ മീൻ പൊരിച്ചതും. അവൾക്ക് മുട്ട പൊരിച്ചതിനേക്കാളും കൂടുതൽ ഇഷ്ടം ഫിഷ് ഉണ്ടെങ്കിൽ ഫിഷാണ് ഇഷ്ടം. അല്ല ഫിഷ് ഇല്ല എന്നുണ്ടെങ്കിൽ മുട്ട പൊരിച്ചത്. അങ്ങനെ അത് രണ്ടും ഉണ്ടെങ്കിൽ മാത്രമാണ് തമ്പുരാട്ടി ഈ ഫുഡ് കഴിക്കുള്ളൂ. അങ്ങനെയാണ്. വെജിറ്റബിൾസിനെക്കാട്ടിലും ഇഷ്ടം ഇതാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ ഇസാൻ്റെയും എൻ്റെയും പിന്നെ അൻസുൻ്റെയും ഫുഡ് അപ്പോൾ റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി കിച്ചൺ ചെറുതായിട്ടൊരു അലങ്കോലം മീൻസ് ചെറുതായിട്ട് ആ ഒരു ഫുഡ് ഉണ്ടാക്കിയ ഒരു ഭാഗം എന്താണെന്ന് വെച്ചാൽ ഇസാനയും കൂടെ ഉള്ളത് കാരണം എനിക്ക് ഒപ്പം പാത്രം കഴുകാനും ഒക്കെ ചെയ്യാനും പറ്റില്ല. അപ്പോൾ അങ്ങനെ കിച്ചണും കൂടെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അൻസു വന്നു. പിന്നെ ചെരുപ്പ് അവിടെ കിടക്കുന്നത് ഞാൻ ഉള്ളിലിടുന്ന ചെരുപ്പാട്ടോ. അപ്പോൾ ഞാൻ അൻസുവിന് കൊണ്ടേ കൊടുത്തപ്പോൾ അൻസുവിൻ്റെ അന്തം വിട്ടു. ഇതെന്തോ അടി എന്ന് ചോദിച്ചിട്ട്. അതാണ് കേട്ടോ ഫേസിൻ്റെ എക്സ്പ്രഷൻ. അപ്പോഴേക്കും ഇസ അത് തുറക്കാനുള്ള ഭയങ്കര ഇൻട്രസ്റ്റോട് കൂടെ പോയി നിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവളുടെ ഫുഡും കൂടെ വേഗം എടുത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അൻസു മെല്ലത് തുറന്നു വരുന്നുണ്ട്. അപ്പോഴേക്കും മറ്റാൾക്ക് അവിടെ ഒരു വെപ്രാടടിച്ചിട്ടാണ് നിൽക്കുന്നത്. വേഗം അവൾക്കും കൂടെ വേണം എന്നുള്ളത്. അപ്പോൾ അൻസു എന്തൊക്കെയോ കമൻറ്റ് ചെയ്യുന്നുണ്ട്. എന്തോ പറഞ്ഞു, എനിക്കത് ഓർമ്മയില്ല കേട്ടോ. നന്നായിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. എന്നിട്ട് അവൾ ഫുഡും കൂടി കൊടുത്തു. എന്നിട്ട് അവളെയും കൂടെ കൊണ്ടുവന്നിട്ട് പപ്പച്ചിയുടെ കൂടെ ഇരുത്താണ് കേട്ടോ. അല്ലെങ്കിൽ അൻസുവിന് കഴിക്കാൻ അവൾ സൗകര്യം കൊടുക്കില്ല. കാരണം അവൾ അതിലൊക്കെ പോയി കൈയിട്ട് വന്നിട്ട് അവിടെ പ്രശ്നം ഉണ്ടാക്കും. അപ്പം അത് കാരണം കൊണ്ട് അവളുടെ ഫുഡും കൂടെ കൊണ്ടുവന്ന് കൊടുത്തു. അവളും കൂടെ അവളുടെ ഫുഡ് അൻസു തുറന്നു കൊടുക്കുന്നുണ്ട് കേട്ടോ. അവളുടെ മുഖമൊക്കെ കാണാമായിരുന്നു. ഭയങ്കര സന്തോഷമായിരുന്നു. എന്താ ചിരി ഉണ്ടായിരുന്നു എന്നറിയോ. ഒറ്റയ്ക്ക് ഇങ്ങനെ ഓരോന്ന് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ് മൂപ്പർക്ക്. അപ്പോൾ അത് അങ്ങനെ അൻസു ഇന്നൊരു കഷ്ണം മീൻ വായിൽ വെച്ച് കൊടുക്കണം. അവൾക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. ചെറിയ മുള്ളൊക്കെ അവൾ വലിയ കുഴപ്പമില്ലാണ്ട് കഴിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെയൊക്കെ ഞാനിപ്പോൾ കൊടുത്ത് ശീലിപ്പിക്കുന്നുണ്ട് അവളെ. അപ്പോൾ അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ അൻസു ഭക്ഷണം കഴിക്കാൻ പോവുകയാണ്. എനിക്കിങ്ങനെ ഇഷ്ടമാണ് കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് കൊടുക്കുമ്പോൾ അവരത് കഴിച്ചിട്ട് നമ്മളോട് നന്നായിട്ടുണ്ട് എന്നൊക്കെ പറയുന്നത് കേൾക്കാൻ ഞാൻ പല വീഡിയോസിലും അത് പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് ഭയങ്കര ഒരു മനസ്സിനൊരു സന്തോഷം തരുന്നൊരു കാര്യമാണ്. അപ്പോൾ നമ്മളിപ്പോൾ എന്തായാലും വീട്ടിലിരിക്കുകയല്ലേ. അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള ഫുഡുകളൊക്കെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക. അതൊക്കെയല്ലേ നമുക്ക് കൊടുക്കാൻ പറ്റുന്നൊരു സന്തോഷം എന്ന് പറയണത്. അങ്ങനെ ഞാൻ എൻ്റെ അൻസു അതൊക്കെ അടിപൊളിയായിട്ട് കഴിച്ചു കേട്ടോ. എന്നിട്ട് നന്നായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമായി. എന്നിട്ട് എൻ്റെ ഫുഡ് എടുത്തിട്ട് വന്നു. ഇസാക്കും ഞാൻ ഫുഡ് കൊടുത്ത് കണ്ടു. അവളുടെ വായ നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അവളുടെ ഫുഡും കൂടെ കൊടുത്തു കഴിഞ്ഞിട്ട് എൻ്റെ ഫുഡ് വന്നിട്ട് ഓപ്പൺ ചെയ്തു. നല്ല മണം വരുന്നുണ്ടായിരുന്നു കേട്ടോ. ആ ഇലയിൽ എണ്ണ തേച്ചത് ഞാൻ ആദ്യമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഞാൻ പൊതിച്ചോറ് ഉണ്ടാക്കുമ്പോൾ അങ്ങനെ എണ്ണയൊന്നും തേക്കാറുണ്ടായിരുന്നില്ല. പക്ഷെ അതപ്പോൾ ആ വെളിച്ചെണ്ണയുടെ നല്ല മണവും ഫുഡിൻ്റെ എല്ലാത്തിൻ്റെയും നല്ല മണമൊക്കെ കൂടെ വരുന്നുണ്ട്. ചമ്മന്തിയൊക്കെ ഇന്ന് ഞാൻ ഉണ്ടാക്കിയത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എന്താ വെച്ചാൽ അത്യാവശ്യം നല്ല രീതിക്ക് പുളിയൊക്കെ ഇട്ടുണ്ടായിരുന്നു. ആ പുളിയൊക്കെ ഇടും. പുളി കുറച്ച് കൂടി നിൽക്കുമ്പോഴാണ് ആ ചമ്മന്തിയുടെ ഒരു ടേസ്റ്റ് അറിയാൻ പറ്റണത് കേട്ടോ. അതേപോലെ തന്നെ മത്തി നല്ല ഫ്രഷ് മത്തിയായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒരു ഉരുള നമ്മളെടുത്തിട്ട് കഴിക്കാൻ പോവുകയാണ്. ആ തക്കാളി ചട്നിയും അതേപോലെ തന്നെ ചീരയുടെയും ഈ പരിപ്പിൻ്റെ ഒക്കെ ഉലർത്തും കൂടെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഫുഡ്. അപ്പോൾ നമ്മൾ വെറുതെയൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ വാഴയിലൊക്കെ ഇപ്പോൾ നാട്ടിലാണെന്നുണ്ടെങ്കിൽ സുലഭമല്ലേ, നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇടയ്ക്കൊക്കെ ഓരോന്ന് ഇതുപോലെ പൊതിച്ചോറൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതുണ്ടാവും. എൻ്റെ ഇലയൊക്കെ ക്ലീനായി. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും.